ഈ രാജ്യം കാത്തിരിക്കുന്ന ഒരു മന്ത്രിസഭയെക്കുറിച്ച് പറയാം. സ്വാഗതം യുണീക്ക് മീഡിയയിലേക്ക്. ആ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമായി കാണരുത്. രാഹുൽ ഗാന്ധി ഒരു ജനതയുടെ കാത്തിരിപ്പാണ്, സ്വപ്നമാണ്. രാഹുൽ ഗാന്ധി എന്ന ഒറ്റയാൾ പട്ടാളം ഈ രാജ്യത്തിൻ്റെ തെരുവീതികളിൽ ഈ രാജ്യത്തിൻ്റെ ഹൃദയമിടിപ്പ് സ്പന്ദനങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് പാവപ്പെട്ടവരിലേക്ക്, ദരിദ്രരിലേക്ക്, കർഷകരിലേക്ക്, വീടില്ലാത്തവരിലേക്ക് അങ്ങനെ തുടങ്ങി ഈ രാജ്യത്തിൻ്റെ ഹൃദയമിടിപ്പിനെ കൃത്യമായി മനസ്സിലാക്കി കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയാകണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി. രാഹുൽ ഗാന്ധി അല്ലാത്ത മറ്റൊരു പേര് നിർദ്ദേശിക്കാനില്ല. പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി തന്നെയാകണം. അടുത്തത് ആഭ്യന്തരമന്ത്രി. ആഭ്യന്തരമന്ത്രിയാകാൻ കരുത്തുറ്റ രണ്ട് നേതാക്കൾ നിലവിൽ ഇന്ത്യ മുന്നണിയിലുണ്ട്. ഒന്ന് DK ശിവകുമാർ, മറ്റൊന്ന് മമത ബാനർജി. ഇവർ രണ്ടുപേരും കരുത്തുറ്റവരാണ്. DK ശിവകുമാർ നിലവിൽ കർണാടകയുടെ ആഭ്യന്തരമന്ത്രിയാണ്. കർണാടക തെരഞ്ഞെടുപ്പിൽ BJPയെ തറപറ്റിക്കാൻ തേരുവലിച്ച നായകനാണ് അദ്ദേഹം. കോൺഗ്രസിലെ കരുത്തുറ്റ നേതാവ്, BJPയുടെ പേടി സ്വപ്നം, ഉജ്ജ്വല വാഗ്മി, തീ തുപ്പുന്ന വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്ന ഉജ്ജ്വലമായ വാഗ്മി. എന്തുകൊണ്ടും ഇദ്ദേഹം തന്നെയാണ് ആഭ്യന്തരമന്ത്രിയാകാൻ യോഗ്യൻ, അല്ലെങ്കിൽ മമത ബാനർജി. ഇവർ രണ്ടു പേരിൽ ഒരാളാകണം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ ആഭ്യന്തരമന്ത്രി. അടുത്തത് ധനകാര്യമന്ത്രി. ഇന്ത്യയുടെ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ധനകാര്യമന്ത്രി ഒരു കൃത്യമായ പ്ലാനിങ്ങോടെ കൃത്യമായി സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇന്ത്യക്ക് നിലവിൽ ഏറ്റവും ആവശ്യമുള്ളതും കരുത്തനായ ഒരു ധനകാര്യമന്ത്രിയാണ്. സാമ്പത്തികമായി ഒരു രാജ്യത്തെ ഏറെ മുന്നോട്ട് നയിക്കുന്നതിൽ ധനകാര്യമന്ത്രിക്കുള്ള സ്വാധീനം ചെറുതല്ല. നിലവിലെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി കൂടി കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടത് മികച്ച ഒരു സാമ്പത്തിക വിദഗ്ധനെയാണ്. അങ്ങനെ പരിഗണിക്കുമ്പോൾ ഏറ്റവും ഉചിതമായ പേരെന്ന് പറയുന്നത് രഘുറാം രാജൻ എന്ന ഒരു പേരാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ അല്ല ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയം നോക്കാതെ ധൈര്യസമേതം ആരോടും സംസാരിക്കാൻ കഴിവുള്ള രഘുറാം രാജൻ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി സേവനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ RBIയുടെ ഗവർണറായും രഘുറാം രാജൻ ജോലി ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ നിലവിലെ ഇന്ത്യൻ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള സാമ്പത്തിക വിദഗ്ധർ തന്നെയാണ് ധനകാര്യം കൈകാര്യം ചെയ്യേണ്ടത്. രഘുറാം രാജൻ അല്ലെങ്കിൽ മറ്റൊരു പേര് നിർദ്ദേശിക്കാൻ കഴിയുക നോർത്ത് ബാംഗ്ലൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന MV രാജീവ് ഗൗഡയാണ്. റിസർവ് ബാങ്കിന്റെ സെൻട്രൽ ബോർഡ് ഡയറക്ടറായി അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. മികച്ച ഒരു സാമ്പത്തിക വിദഗ്ധനാണ് രാജീവ് ഗൗഡ. അദ്ദേഹത്തെയും നമുക്ക് പ്രതീക്ഷിക്കാം. ചുരുക്കത്തിൽ ധനകാര്യം കൈകാര്യം ചെയ്യാൻ ഈ പറയപ്പെട്ട രണ്ട് പേരുകൾ, രാജീവ് ഗൗഡ അല്ലെങ്കിൽ രഘുറാം രാജൻ, ഇത്തരത്തിലുള്ള കൃത്യമായ സാമ്പത്തിക വിദഗ്ധർ തന്നെയായിരിക്കണം നിലവിലെ ഇന്ത്യൻ സാഹചര്യം പരിഗണിക്കുമ്പോൾ ധനകാര്യം കൈകാര്യം ചെയ്യേണ്ടത്. അടുത്തത് പ്രതിരോധമാണ്. പ്രതിരോധ മന്ത്രിയായി അരവിന്ദ് കേജ്രിവാൾ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ റവന്യൂ സർവീസിലെ മുൻ ഉദ്യോഗസ്ഥനും ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമാണ് അരവിന്ദ് കേജ്രിവാൾ. അഴിമതിക്കെതിരായ പോരാട്ടത്തിലൂടെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ഇദ്ദേഹത്തെ പോലുള്ളവർ കഴിവും തൻ്റെടവും ആർജവവും വിദ്യാഭ്യാസ യോഗ്യതയും ഇതൊക്കെയുള്ള വ്യക്തിയായിരിക്കണം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി. ചുരുക്കത്തിൽ പ്രതിരോധ മന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യനായ വ്യക്തിയാണ് അരവിന്ദ് കേജ്രിവാൾ. അടുത്തത് വിദേശകാര്യ മന്ത്രിയാണ്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിക്കുകയാണെങ്കിൽ വിദേശകാര്യമന്ത്രിയായി പരിഗണിക്കാൻ കഴിയുന്ന ഒരു പേര് നമ്മുടെ കേരളത്തിൽ നിന്നും മത്സരിക്കുന്ന ശശി തരൂരാണ്. അദ്ദേഹം തിരുവനന്തപുരത്താണ് മത്സരിക്കുന്നത്. ഞാൻ കരുതുന്നത് ഇന്ത്യ മുന്നണി വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായും രണ്ടിൽ കുറയാത്ത മലയാളി മന്ത്രിമാർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് UDF വേണ്ടി മത്സരിച്ച സാക്ഷാൽ ശശി തരൂർ വിദേശകാര്യമന്ത്രിയാകാൻ ഇതിലും
നല്ല മറ്റൊരു പേരില്ല. കഴിവ് കൊണ്ടും സംസാരം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും എന്തുകൊണ്ടും മികച്ച വ്യക്തിയാണ് തരൂർ. അദ്ദേഹം തന്നെയാകണം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി. അടുത്തത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഏറെ പ്രാധാന്യമുണ്ട് ഈ രാജ്യത്ത്. ഇത്തവണ ഇന്ത്യ മുന്നണി വിജയിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയായി പഞ്ചാബിൽ നിന്നുള്ള ഡോക്ടർ അമർ സിംഗ് ആണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രിയായി വരേണ്ടത്. 10 വർഷത്തോളം മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. നിലവിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുമുണ്ട്. 2019 വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തിയത്. ഇത്രയും മികച്ച ഒരു കാൻഡിഡേറ്റ് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയുന്ന മറ്റൊരു പേര് നിലവിൽ കാണുന്നില്ല. അടുത്തത് മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ, ഒരു മലയാളിയായ KC വേണുഗോപാൽ. അദ്ദേഹത്തെ തന്നെ പരിഗണിക്കണം ഈ ഒരു പോസ്റ്റിലേക്ക്. മുതിർന്ന കോൺഗ്രസ് നേതാവ്, നിലവിൽ കേരളത്തിലെ ആലപ്പുഴയിൽ മത്സരിക്കുന്നു. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ MP. മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന ഒരു പരിഗണന ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹവും ഉറപ്പായും ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ നമുക്ക് KC വേണുഗോപാലിനെ പ്രതീക്ഷിക്കാം. അടുത്തത് മിനിസ്റ്റർ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, അതിനിർണായകമായ മറ്റൊരു പോസ്റ്റ്. ഒരുപാട് പേരുകൾ ഇവിടെ പ്രതീക്ഷിക്കാം, പക്ഷേ പ്രിയങ്ക ഗാന്ധി ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നുണ്ട്. NDA ഗവൺമെന്റിന്റെ കാലത്ത് ഈ ഒരു പോസ്റ്റ് കൈകാര്യം ചെയ്തത് സ്മൃതി ഇറാനിയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്തത്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി ആയിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നുന്നുണ്ട്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളൊക്കെ തടയാൻ ഈ വകുപ്പിന്റെ മന്ത്രി കൃത്യമായ ഇടപെടൽ നടത്തും. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയെ നമുക്ക് ഈ ഒരു വകുപ്പ് പ്രതീക്ഷിക്കാം. ഇത് ഞാൻ എൻ്റെ ആഗ്രഹം പറയുകയാണ്. ഒരുപക്ഷെ ഈ ആഗ്രഹത്തെ നിങ്ങൾ അത്യാഗ്രഹം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദയവു ചെയ്ത് ക്ഷമിക്കുക. അടുത്തത് മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. ഈ ഒരു വകുപ്പിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തി എന്ന് പറയുന്നത് സച്ചിൻ പൈലറ്റ് ആണ്. രാജസ്ഥാനിലെ നിയമസഭാംഗവും മുൻ കേന്ദ്ര മന്ത്രിയുമാണ് അദ്ദേഹം. രാജസ്ഥാനിലെ ഉപമുഖ്യമന്ത്രിയായിട്ടും സേവനം ചെയ്തിട്ടുണ്ട്. കൃത്യമായ ദിശാബോധവും അർപ്പണബോധവുമുള്ള ഏറെ ജനപ്രിയനായ നേതാവാണ് സച്ചിൻ പൈലറ്റ്. അദ്ദേഹമാകണം ഈ മന്ത്രി, മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. മിനിസ്റ്റർ ഓഫ് റെയിൽവേ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, റെയിൽവേ മന്ത്രിയാകാൻ ഏറെ യോഗ്യനായ വ്യക്തിയാണ് അഖിലേഷ് യാദവ്. ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയാണ് അഖിലേഷ് യാദവ്. UPയിലെ മുൻ മുഖ്യമന്ത്രിയും ലോക്സഭാംഗവുമായ മുലായം സിംഗ് യാദവിന്റെ മകനാണ് അഖിലേഷ് യാദവ്. കൃത്യമായ തന്ത്രങ്ങളാണ് അഖിലേഷ് കരുത്ത്. 2012 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമാജ് പാർട്ടി നേടിയ വിജയത്തിന്റെ പ്രധാന ഘടകമായി രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും വീക്ഷിച്ചത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളായിരുന്നു. ജനപ്രീതി കൊണ്ട് ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന അഖിലേഷ് യാദവ് ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ ഒരു മന്ത്രിയാകും എന്നത് ഏറെക്കുറെ ഉറപ്പാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. അടുത്തത് മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്. ഈ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ഏറ്റവും അർഹനായ വ്യക്തി എന്നത് പഞ്ചാബിൽ നിന്നുള്ള സുഖ്പാൽ സിംഗ് ഖൈറയാണ്. യൂത്ത് കോൺഗ്രസിലൂടെയാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ ആരംഭിക്കുന്നത്. നിലവിൽ കിസാൻ ആൻഡ് ഗേത്ത് മസ്തൂർ കോൺഗ്രസിന്റെ ദേശീയ ചെയർമാനാണ് അദ്ദേഹം. ചുരുക്കത്തിൽ ഒരു സ്പോർട്സ് മിനിസ്റ്റർ ആകാൻ എന്തുകൊണ്ടും ഇദ്ദേഹം യോഗ്യനാണ്. ഞാൻ ഈ പറഞ്ഞത് ഇന്ത്യ കാത്തിരിക്കുന്ന അതിമനോഹരമായ ഒരു മന്ത്രിസഭയെക്കുറിച്ചാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമോ എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടതുണ്ട്. നിലവിൽ ഇന്ത്യയുടെ സാഹചര്യം പരിഗണിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ഒരു വലിയ ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള ഒരു മന്ത്രിസഭയാണ് ഈ രാജ്യത്തിന് ആവശ്യം. എന്തുകൊണ്ടും മികച്ചു നിൽക്കുന്ന ഒരു മന്ത്രിസഭയാണ് ഈ രാജ്യത്തിന് വേണ്ടത്. നമുക്ക് ജൂൺ 4 വരെ കാത്തിരിക്കാം. യുണീക്ക് മീഡിയ.